ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അടിപൊളി റെസിപ്പിയാ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്ന് നമ്മളിവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോകണമെന്നറിയാമോ? നമുക്കൊരു ഇച്ചിരി ചിക്കനും ഒരു കിഴങ്ങും കൂടെ വെച്ച് നമുക്ക് ചപ്പാത്തിപ്പൊടിയിൽ ഗോതമ്പ് പൊടിയിൽ കുഴച്ച് നമുക്കൊരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കാം. പിള്ളേർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു 4 മണി ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്സ് പോലെ. അപ്പോൾ വാ കൂട്ടുകാർ, അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതെങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ഇങ്ങോട്ട് മാറ്റാവേ. ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഇട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്, ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ചിക്കൻ മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിനെ ക്രഷ് ചെയ്തെടുത്ത് നമുക്ക് ഇത് മാറ്റാം. ഇതിനെ നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. കിഴങ്ങ് നല്ലപോലെ വെന്തിരിക്കുന്നതല്ലേ, ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു കിഴങ്ങാണിത് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഉടച്ചുകൂടെ വെച്ചു. കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. അത് വേവിച്ച വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ നല്ല സത്തല്ലേ അത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്കൊരിത്തിരി കടുക് ഇട്ട് കൊടുക്കാവേ. ഉള്ളി കുനുകുനുകുനൂന്ന് അരിഞ്ഞ് വെച്ച് ഇച്ചിരി പച്ചമുളകും ഇച്ചിരി കരിയാപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാവേ. ഇതിനാവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിക്കൊക്കെ നമ്മളത് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇതിനകത്തോട്ട് ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു നുള്ള് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരിച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം, യോജിപ്പിക്കാം. കുറച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചായിരുന്നേ. അതെ, ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് 3 ഉണ്ടയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് പരത്താം. നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ കല്ലിൻ്റെ വലുപ്പത്തിന് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ചപ്പാത്തി മാവിനെ. ചപ്പാത്തി വലുതാക്കി കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുവാണെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി പരത്താം. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ കല്ലിലിട്ട് തന്നെ അങ്ങ് പരത്തി. എന്നിട്ട് നമുക്ക് ഇത് നമ്മളിവിടെ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടില്ലേ, ചിക്കനും കിഴങ്ങും കൂടെയുള്ള നമ്മുടെ ഈ കൂട്ട് നമ്മളിതേ തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലായിടവും എത്തത്തക്ക രീതിയിൽ ഇതിനെങ്ങനെ തേച്ച് പിടിപ്പിക്കണം. നമ്മളിതെല്ലാം ഇങ്ങനെ പരത്തി വെച്ചു. ഇനി നമ്മളിതിനെ മെല്ലെ ഇങ്ങനെ റോളാക്കി ചുരുട്ടിയെടുക്കണം. മെല്ലെ മെല്ലെ ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ 2 അറ്റവും കണ്ടിച്ച് മാറ്റാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു വലിപ്പത്തിന് ഇങ്ങനെ കണ്ടിച്ചെടുക്കാം. ഇതിനെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കല്ല് വേണം. കണ്ടിച്ചെടുത്ത മാവിനെ എടുത്തു നമ്മളിനി കയ്യിലിങ്ങനെ മെല്ലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ മെല്ലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. നമ്മുടെ കൈവെള്ളയിൽ എത്രത്തോളം പരക്കും അത്രത്തോളം പരത്തിയാൽ മതി. കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സാധനം നമുക്കെല്ലാം ഇതുപോലെ പരത്തി നന്നായിട്ടാക്കി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ ദോശപ്പാന ചൂടാകും. നമുക്കൊരിച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതോരോന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യ് തേച്ച തവയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് എടുക്കാം. തീ ഒത്തിരി കൂട്ടിയിടരുത്, ലോ ടു മീഡിയം ഇട്ട് നമുക്കതിന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. കുഞ്ഞി പൊറോട്ട, നമ്മുടെ കുഞ്ഞി പൊറോട്ടയാണിത്. ചപ്പാത്തിയും ഗോതമ്പ് കൊണ്ടുള്ള ദോശയും പുട്ടും ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ തിന്നാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം പിള്ളേർ നന്നായിട്ട് കഴിച്ചോളും. ഇത് പൊറോട്ടയാണെന്ന് ഓർത്തുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ. നെയ്ക്കകത്ത് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞൂസിനെ പോലുള്ളവരെയൊക്കെ തീറ്റാൻ നല്ല ഐഡിയ കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവന് ഇഷ്ടമാണ്.
അപ്പം തിന്നാലും നല്ലതാണ്, പിള്ളേർക്ക് ഹെൽത്തിന് നല്ലതാണ്. ഇത് മൈദയല്ലല്ലോ, ഗോതമ്പ് പൊടിയാണ്, അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കുഞ്ഞൻ പൊറോട്ട നമ്മളിവിടെ ആയി റെഡിയായി. നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റാം, പ്ലേറ്റിലേക്ക് എടുത്തിടാവേ. അപ്പോൾ നമ്മുടെ എല്ലാ പൊറോട്ടയും ഇവിടെ റെഡിയായി കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഞാനിവിടെ പൊറോട്ട റെഡിയാക്കി എല്ലാം പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ആലു വെച്ചിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയോടൊപ്പം ആലു ചിക്കൻ സ്റ്റഫ് ചെയ്ത പൊറോട്ട, അതാണ് ഞാനിതിനിട്ട പേര്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പൊറോട്ട ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പിള്ളേർക്ക് തിന്നാനൊക്കെ ഇഷ്ടപ്പെടും. ഗോതമ്പ് കൊണ്ടുള്ള ദോശയോ ചപ്പാത്തിയൊക്കെ ഇഷ്ടമല്ലാത്ത മക്കളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ പൊറോട്ട ഒരെണ്ണെടുത്ത് പൊട്ടിച്ച് കാണിച്ച് തരാവേ എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളേ നല്ല അടിപൊളിയായിട്ട് വെന്തതാണ് കണ്ടോ. നമ്മൾ സ്റ്റഫ് ചെയ്ത സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇത് പിന്നെ ഉണ്ടല്ലോ, പിള്ളേർക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇതിനോട് കൂടുതൽ എന്ത് കൊടുക്കണം? ടൊമാറ്റോ സോസും കൂടെ മുക്കി തിന്നാൻ കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടുതൽ തിന്നാൻ നല്ല നല്ല സെറ്റ് സാധനം, നല്ല പൊളി ഐറ്റം കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്. ഞാൻ നോക്കട്ടെ. ഉദ്ദേശിച്ചതിലും നല്ലതാണ്. ഇതിന് ഇനി കറിയുടെ ആവശ്യമില്ല. നമ്മളിത് ചിക്കനും ആലുവും വെച്ച് സ്റ്റഫ് ചെയ്തെടുത്തതല്ലേ, ഇതിന് കറിയുടെ ആവശ്യമേ ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നീ ഒന്ന് നോക്കിയേ. സൂപ്പറാ, അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞൂസേ, എങ്ങനെയുണ്ട് മമ്മി ഉണ്ടാക്കിയ സാധനം? നല്ല രുചിയാണ്. ഇതിൻ്റെ അകത്ത് ഇറച്ചി വെച്ചേക്കുന്നത് നല്ല രുചിയുണ്ട്. ചിക്കനാ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. കണ്ടോ, പൊറോട്ട പോലെ അല്ലേ? പൊറോട്ട പോലെ തന്നെയുണ്ട്. കറി വേണോ അതിന്? കറിയൊന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് കറിയില്ലേ. അങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാ. ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കാണോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇത്? നല്ല രുചിയല്ലേ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ? ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാ ഇത്. അടിപൊളി റെസിപ്പിയാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.